മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ദുരന്തം ബാധിച്ചവർക്ക് അതുപോലെ വയനാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഏറെ പ്രതീക്ഷ നൽകിയ ഒരു ദൃശ്യവും ചിത്രവുമൊക്കെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്ന ചിത്രവും ദൃശ്യവുമൊക്കെ. അന്ന് നൈസമോളെയാണ് ആശുപത്രിയിൽ വെച്ച് പ്രധാനമന്ത്രി അതുപോലെ എടുത്ത് ഓമനിക്കുകയും ഒക്കെ ചെയ്തത്. വലിയ ഒരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ പൂർണ്ണമായും സഫലമായില്ല. അത്ര വലിയൊരു സഹായധനമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല. എന്തായാലും നൈസമോൾ ഇപ്പോഴും മേപ്പാടിക്കടുത്ത് ചുളുക്കയിലെ വാടക വീട്ടിൽ കഴിയുകയാണ്. ഉമ്മ ജസീലയും ഉമ്മാമയും ഒക്കെ ഉണ്ട്. മേപ്പാടിയിലെ LKG വിദ്യാർത്ഥിയാണ് ഇപ്പോൾ. പുനരധിവാസ പട്ടികയിൽ വീട് കാത്തു നിൽക്കുകയാണ്. അതെ, ടൗൺഷിപ്പില് വീട് പാസ്സായിട്ടുണ്ടല്ലേ? അതെ, ടൗൺഷിപ്പില് ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പെട്ടെന്നാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ മോളന്ന് പ്രധാനമന്ത്രിയൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ധനസഹായം ദുരന്തബാധിതർക്ക് കിട്ടിയില്ല അല്ലേ? അതെ, വന്നപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളെ അവർ ചേർത്ത് പിടിക്കും, കൂടെ ഉണ്ടാവും എന്നൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ നല്ല നിരാശ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ മറ്റെന്തൊക്കെ സഹായം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാടക ഞങ്ങൾക്ക് ഇവിടെ 10 വാടക. അപ്പോൾ അതിൽ 6 സർക്കാർ തരുന്നുണ്ട്. പിന്നെ മാസം 300 വെച്ചിട്ട്, ദിവസം 300 വെച്ചിട്ട് 9 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോളെ പഠിത്തമൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. മോളെ പഠിപ്പിൻ്റെ കാര്യം പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നൈസമോളുടെ പഠിത്തമൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇവരുടെ വീട്ടുവാടക ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ ജസീലയ്ക്ക് ദിവസം 300 രൂപ വെച്ച് മാസം 9,000 രൂപയുടെ സഹായധനവും കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴും അന്നത്തെ ഒരു നിരാശ ഈ കുടുംബത്തിന് ബാക്കിയാണ്. കാരണം പ്രധാനമന്ത്രി മകളെ എടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സഹായം പ്രതീക്ഷിച്ചിരുന്നു. അതിലുള്ള നിരാശ കൂടിയാണ് ജസീല പങ്കുവെച്ചത്. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.